ഹായ് ഹലോ നമസ്കാരം അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അഫ്സാസ് വേൾഡ്. വീട്ടിൽ ഏത്തപ്പഴം ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എടുത്തോളൂ. വെറും 2 ചേരുവകൾ കൊണ്ട് വളരെ എളുപ്പത്തിൽ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു എയർ ഫ്രയർ സ്നാക്ക് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. കൂടെ തന്നെ 2 സൂപ്പർ ഈസി ആയിട്ടുള്ള റെസിപ്പി കൂടി കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താണ് എങ്ങനെയൊക്കെയാണെന്നൊക്കെ ഒന്ന് നോക്കിയാൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടു നോക്കുക. ഒട്ടും തന്നെ സമയം കളയേണ്ട, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. If you are watching our video for the first time, please subscribe our channel and hit the bell button to enable it. Like, comment and share. ഇന്നത്തെ വീഡിയോയിലെ ആദ്യം തന്നെ നമുക്ക് കിടിലൻ ഒരു സാലഡിൻ്റെ റെസിപ്പി, അത് വ്യത്യസ്തമായ രീതിയിലാണ് കേട്ടോ. മുളപ്പിച്ച പയറൊക്കെ വെച്ചിട്ട് ഹൈ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു സാലഡ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒന്ന് തന്നെയാണ് കേട്ടോ. ഇത് കുറച്ച് കഴിച്ചാൽ തന്നെ നമുക്ക് വയറ് നിറയുകയും ചെയ്യും. ഒരുപാട് പ്രോട്ടീൻസും മിനറൽസും വൈറ്റമിൻസും ഒക്കെ നമുക്ക് അകത്താക്കാനും പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മുളപ്പിച്ച പയറാണ് മെയിനായിട്ട് എടുക്കുന്നത്. അതൊരു 1.5-2 കപ്പോളം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അത് ഞാൻ നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ചെമ്പുണ്ടല്ലോ അതിൽ വെച്ച് ആവി കയറ്റിയെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ആ ഒരു പച്ച ഒരു റോ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവർ മാത്രം ഇങ്ങനെ ആവി കയറ്റിയെടുത്താൽ മതി. ഇല്ല, മുളപ്പിച്ച പയർ അങ്ങനെ തന്നെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. അപ്പം ഞാനിത് ഒരു 5 മിനിറ്റ്, 5 കൂടിപ്പോയാൽ ഒരു 7 മിനിറ്റ് ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഡ്രസ്സിങ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഒരു ബൗളിലേക്ക് എടുക്കുന്നുണ്ട്. പിന്നെ ലെമൺ ജ്യൂസ് ഞാൻ സ്ക്വീസ് ചെയ്ത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അത് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഇഞ്ചി ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ ഇവിടെ നമുക്ക് ഈ ഒരു സാലഡിലേക്ക് ആവശ്യമായിട്ടുള്ള ഡ്രസ്സിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെറുപയർ ആവി കയറ്റിയത് എടുത്ത് മാറ്റാം. പിന്നെ ഇതിലേക്ക് ബാക്കി ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. ബീറ്റ്റൂട്ട് ഒരു പകുതി ഗ്രേറ്റ് ചെയ്തെടുത്തത്, പിന്നെ ആപ്പിൾ, ഗ്രീൻ ആപ്പിളും എടുത്തിട്ടുണ്ട്, നമ്മുടെ നോർമൽ ആപ്പിളും എടുത്തിട്ടുണ്ട്, അതും ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്തത്, പിന്നെ ഒരു ക്യാരറ്റ് ഞാൻ ഗ്രേറ്റ് ചെയ്തിട്ട് അതുകൂടി എടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം നമുക്ക് ആ ഒരു സാലഡ് റെഡിയാക്കാനുള്ള ബൗളിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ഏതൊക്കെ വെജിറ്റബിൾസ് ആണ്, ഇപ്പോൾ ടൊമാറ്റോ ചേർക്കണമെങ്കിൽ അത് ചേർക്കാം, കുക്കുംബർ ചേർക്കാം, എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ് കേട്ടോ. ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എല്ലാം ചേർക്കാം. ഇനി അതിലേക്ക് ഞാൻ ആവി കയറ്റി വെച്ചിരിക്കുന്ന ചെറുപയർ, മുളപ്പിച്ച ചെറുപയർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുന്ന ഒന്ന് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഒരു ക്രഞ്ചിനെസ്സിന് വേണ്ടിയിട്ട് അതിലേക്ക് ഞാൻ പീനട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കപ്പലണ്ടി ഇഷ്ടമല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും നട്ട്സ് ഇട്ട് കൊടുക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും കേട്ടോ. കാരണം നമ്മൾ ഈ സാലഡ് നമ്മൾ കഴിക്കുന്ന സമയത്ത് അതൊന്ന് കടിക്കാനായിട്ട്, അത് കടിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ആ ഒരു ക്രഞ്ചിനെസ് ഒക്കെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അതിന്. അത് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു സാലഡ് ഡ്രസ്സിങ് അതുകൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇത്രയേ ഉള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള എന്നാൽ നല്ല ഹെൽത്തി ഹൈ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു സാലഡ് റെസിപ്പിയാണ്. അപ്പോൾ ഇത് ദിവസവും നിങ്ങളിത് പതിവാക്കുകയാണെന്നുണ്ടെങ്കിൽ ഹെൽത്തിന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ടാവുന്നതാണ് കേട്ടോ. ഇത് ഞാൻ ഉണ്ടാക്കിയതിന് ശേഷം അതിലേക്ക് ഞാൻ കുറച്ച് പോമഗ്രാനൈറ്റ്സ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു നാരങ്ങയുടെ പുളിയും ആ ഒരു മാതള നാരങ്ങയുടെ ആ ഒരു സ്വീറ്റ്നെസ്സും എല്ലാം കൂടി നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു സാലഡിന് ഉണ്ടാവുക കേട്ടോ. ഇനി പോമഗ്രാനൈറ്റ്സ് ഇല്ലെങ്കിൽ ഹണി ഉണ്ടല്ലോ, അതൊരു ടീസ്പൂൺ ഇട്ട് കൊടുത്താലും മതിയാകും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ കേട്ടോ. ഇനി അടുത്തതായിട്ട് കാണിക്കുന്നത് കുട്ടികൾക്ക് ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ അവർക്ക് ടിഫിൻ ബോക്സിൽ വെച്ച് കൊടുക്കാനോ ഒക്കെ പറ്റിയ ഒരു സാൻഡ്വിച്ചിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മസാല ആദ്യം തന്നെ തയ്യാറാക്കുന്നുണ്ട്. സവാള, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇതൊക്കെ ഇട്ടൊന്ന് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചിക്കൻ കീമ അല്ലെങ്കിൽ ചിക്കൻ ബോൺലെസ് ചിക്കൻ വാങ്ങിയിട്ട് അതൊന്ന് മിക്സിയിലൊന്ന് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്താലും മതിയാകും. അതുകൂടി ചേർത്ത് ആവശ്യത്തിന് പൊടികളൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം അടച്ച് വെച്ച് ചെറുതീയിൽ ഒരു 10 മിനിറ്റ് നമുക്ക് ചിക്കൻ വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് അല്പം
മല്ലി ഇല തൂകിയിട്ട് നമുക്ക് ആ ഒരു മിക്സ് മാറ്റി വയ്ക്കാം. ഇനി ബ്രെഡ് 4 സ്ലൈസ് എടുത്തിട്ടുണ്ട്. ഓരോ സ്ലൈസിൽ ചിക്കൻ്റെ ഫില്ലിംഗ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അതിന് മുകളിലായിട്ട് ചീസ് സ്ലൈസ് ഞാൻ ഓരോന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം അടുത്ത ബ്രെഡിൻ്റെ സ്ലൈസ് അതിന് മുകളിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ 4 ബ്രെഡ് സ്ലൈസസും ഞാൻ ടോസ്റ്ററിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്, സാൻഡ്വിച്ച് മേക്കറിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അത് ഓണാക്കി കൊടുക്കാം. പിന്നെ അതിൻ്റെ ആ ഒരു ലൈറ്റ് മാറുന്നതിനനുസരിച്ചിട്ട് ബ്രെഡ് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ള ചിക്കൻ സാൻഡ്വിച്ച്, ബ്രെഡ് സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒന്നാണ് കേട്ടോ. ടിഫിനിലൊക്കെ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പാത്രം കാലിയാക്കി തന്നെ കൊണ്ടുവരികയും ചെയ്യും. കുട്ടികൾക്കെന്ന് മാത്രമല്ല മുതിർന്നവർക്കായാലും ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒന്ന് തന്നെയാണ്. അപ്പോൾ ഈസി ഗോയിങ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടവർക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. നമുക്ക് ഇതിൻ്റെ ഫില്ലിംഗ് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് ഒരു ദിവസമൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ തലേന്നൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ എളുപ്പത്തിൽ പെട്ടെന്ന് 4 ബ്രെഡ് സ്ലൈസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഇത് അറിയില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇനി അടുത്തതായിട്ട് ഏത്തപ്പഴം ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എടുത്തോളൂ. ഇപ്പോൾ കഴിക്കാത്തവരുണ്ടെങ്കിൽ പോലും നമുക്ക് കൊതിയോടുകൂടി കഴിക്കാൻ പറ്റുന്ന രീതിയിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചായക്കടിയുടെ റെസിപ്പിയാണ് കേട്ടോ. വെറൈറ്റി ആയിട്ടുള്ള ഒന്ന് തന്നെയാണ്. വെറും 2 ചേരുവകൾ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യമായിട്ട് ആവശ്യമായിട്ടുള്ളത് പഫ് പേസ്ട്രിയാണ്. അപ്പോൾ അതൊരു 2 ഷീറ്റ് ഞാൻ എടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളതുണ്ടല്ലോ ഏത്തപ്പഴം ഒരെണ്ണമാണ്. അപ്പോൾ അത് ഞാൻ 2ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി പഫ് പേസ്ട്രി നമുക്ക് കൈകൊണ്ടൊന്ന് പരത്തിയെടുക്കണം. അതായത് ആ ഒരു ഏത്തപ്പഴം 2ആയിട്ട് കട്ട് ചെയ്തിട്ട് ഒരെണ്ണം ഒരു പകുതി വെക്കാൻ പാകത്തിന് ഒന്ന് പരത്തിയെടുക്കുക. പിന്നെ ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ നമുക്കുള്ളിൽ പഴം പകുതി വെച്ച് കൊടുക്കാം. ആ ഒരു പഫ് പേസ്ട്രി നമുക്കൊന്ന് റോൾ ചെയ്തെടുക്കാം. ഇനി അതിന് ശേഷം ഒരു കത്തി ഉപയോഗിച്ചിട്ട് ചെറിയ സ്ലൈസസ് ആയിട്ട് അതുപോലെ കട്ട് ചെയ്തെടുക്കാം. എയർ ഫ്രയറിൽ ഒരു പാർച്ച്മെൻറ്റ് പേപ്പർ വെച്ച് ഒരു ട്രേ വെച്ചിട്ട് നമുക്കൊന്ന് അലൈൻ ചെയ്യാം. അതിലേക്ക് റോൾ ചെയ്ത് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ഏത്തപ്പഴം പഫ് ബൈറ്റ്സ് നമുക്ക് വെച്ച് കൊടുക്കാം. ആവശ്യമെങ്കിൽ മാത്രം അതിന് മുകളിലായിട്ട് ഒരു മുട്ട ബീറ്റ് ചെയ്തിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി അതിന് മുകളിലായിട്ട് കറുത്ത എള്ള് കയ്യിലുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. അടുത്തതായിട്ട് എയർ ഫ്രയറിൻ്റെ ടൈമും ടെമ്പറേച്ചറും നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. 15 മിനിറ്റ് 170 ഡിഗ്രിയിലാണ് കേട്ടോ ഞാനത് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. 10 മിനിറ്റ് കഴിയുന്ന സമയത്ത് ഈ ഒരു പഴം പഫ്സ് നമുക്ക് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കാം. അതിന് മുകളിലായിട്ടും എഗ് ബാറ്ററും അതുപോലെ കറുത്ത എള്ളും ഞാനൊന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് കൂടി നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ മൊത്തത്തിൽ 15 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ എയർ ഫ്രയർ ഓപ്പൺ ചെയ്തിട്ട് ഇതൊന്ന് മറ്റു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ടും വെറൈറ്റി ആയിട്ടും നമുക്ക് ചായക്ക് കൂടെ കഴിക്കാൻ പറ്റിയ, അതും വെറും 2 ചേരുവ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഈസി ബനാന പഫ്സ് ബൈറ്റ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു സ്നാക്ക് ആയതുകൊണ്ട് തന്നെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഏത്തപ്പഴം കഴിക്കാത്തവർ പോലും പാത്രം കാലിയാക്കുന്നതായിരിക്കും. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ മറ്റുള്ള ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഫീഡ്ബാക്സ് എല്ലാം കമൻസ് ആയിട്ട് അറിയിക്കാൻ മറക്കല്ലേ കേട്ടോ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്നുള്ളത് എനേബിൾ ചെയ്താൽ ഞാൻ ഇനി ഇടുന്ന പുതിയ വീഡിയോസൊക്കെ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ ഇൻഷാ അല്ലാ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.